ഹലോ ഗായ്സ്, നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഞാനിത് എവിടോട്ടായി പോകുന്നതെന്ന്. ഞാൻ അഴീക്കൽ ബീച്ചിൽ നടക്കുന്ന ബീച്ച് ഫെസ്റ്റ് കാണാനായിട്ട് പോവാണ്. ബീച്ച് ഫെസ്റ്റിൻ്റെ 3rd ഡേ ആണ്. അപ്പോൾ ഞാനും ചേച്ചിയും കൂടി ഒന്ന് പ്ലാൻ ചെയ്തു ഒന്ന് പോയിട്ട് വരാമെന്ന്. ബീച്ചിൻ്റെ ഓരം പറ്റി ആ റോഡിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് മുമ്പോട്ട് ചെന്നപ്പോഴാണ് മനസ്സിലായത് ബീച്ച് ഫെസ്റ്റിൻ്റെ 3rd ഡേ എന്ന് പറയുന്നത് അത്ര സിമ്പിളായൊരു ഡേ ഒന്നുമല്ല. തിരക്കുണ്ട്, നല്ലതുപോലെ തിരക്കുണ്ട്. അഴീക്കൽ പാലം നമുക്ക് അവിടെ ബീച്ചിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ നിന്നാൽ കാണാം. പാർക്കിംഗ് ഏരിയ വിപുലമായിട്ട് ഉണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ പാർക്കിംഗ് ഏരിയയുടെ ഗ്രൗണ്ട് കീഴടക്കിയാണ് ഇപ്പോൾ ബീച്ച് ഫെസ്റ്റ് നടക്കുന്നത്. എൻട്രൻസിൽ തന്നെ നല്ല രീതിയിൽ ലൈറ്റ് സെറ്റിങ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഫോട്ടോഷൂട്ടിനും മറ്റും ആളുകളും നിൽപ്പുണ്ട്. ഞാനും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ദെൻ ഞങ്ങൾ അകത്തേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. ബീച്ചിൽ എപ്പോൾ പോയാലും വൈകുന്നേരം പോകുന്നതാണ് നല്ലത്. കാരണം സൺസെറ്റിൻ്റെ ആ ഒരു മനോഹാരിത നമ്മുടെ കടലിലും കായലിലും പൊഴിമുഖത്തും ഒക്കെ ഇങ്ങനെ പ്രതിഫലിച്ച് നിൽക്കുന്നത് കാണാം. ചുമപ്പ് കലർന്ന വെള്ളവും ആകാശവും എന്ത് നല്ല കാഴ്ചയാണല്ലേ. ഒപ്പം പാതി ഇരുട്ട് മൂടിയ ഭൂമിയെ പ്രകാശിതമാക്കാനായിട്ട് അവിടെ എല്ലാം നല്ല ലൈറ്റുണ്ട്. ബീച്ച് ഫെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ചുറ്റോടും ചുറ്റും അത്രത്തോളം പ്രകാശിതമായിട്ട് നിൽക്കുന്നു. ഞങ്ങൾ അങ്ങനെ എൻട്രൻസിലേക്ക് കടന്നു. കടകളും ധാരാളം ബജി കടകളും ഒക്കെ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും അവിടെ വരെ പോയതല്ലേ, അപ്പോൾ ഉള്ളിലേക്കൊന്ന് പോയേക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ നടന്നു. കുറച്ച് റൈഡുകളൊക്കെ കണ്ടു. ബീച്ച് ഫെസ്റ്റ് ഏരിയയിൽ ആദ്യം തന്നെ കാണുന്നത് പെറ്റ് ഷോയാണ്. പെറ്റ് ഷോയ്ക്ക് കേവലം 50 രൂപയാണ് ഒരാൾക്ക് ഈടാക്കുന്നത്. ഞങ്ങൾ കയറിയില്ല. ഞങ്ങളവിടെ വെറുതെ ഒന്ന് ചുറ്റി നടന്ന് കാണുക മാത്രമേ ചെയ്തുള്ളൂ. ചുറ്റിനും ധാരാളം റൈഡുകളുണ്ട്. റൈഡുകളൊന്നും തന്നെ ആക്റ്റീവ് ആയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ഫെസ്റ്റിൻ്റെ 3rd ഡേ ആയിട്ടുള്ളൂ. അപ്പോൾ എല്ലാം ആക്റ്റീവായി വരാൻ ഇനിയും സമയം എടുക്കുമായിരിക്കാം. ചിലതൊക്കെ ആക്റ്റീവാണ്, ചിലത് ആക്റ്റീവ് അല്ല. അങ്ങനെ ബീച്ച് ഫെസ്റ്റിൻ്റെ ഓരോ കാഴ്ചകളും കണ്ടും ആസ്വദിച്ചും അത് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഏരിയയിൽ നിന്ന് ഞങ്ങൾ പുറത്ത് കിടക്കുകയാണ്. ഇനി ഞങ്ങളുടെ ലക്ഷ്യം ബീച്ച് തന്നെയാണ്. ബീച്ചിൽ വന്നിട്ട് ബീച്ച് കാണാതെ എങ്ങനെ പോകാൻ കഴിയും? അപ്പോൾ ബീച്ചിൻ്റെ എൻട്രൻസിലെത്തിയപ്പോൾ ഉണ്ട് മരങ്ങൾ നിറച്ച് ലൈറ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നല്ല ഭംഗിയിലിട്ടിരിക്കുന്നു. മൾട്ടി കളേഴ്സ്, ഗ്രീൻ, വൈറ്റ്, ഗോൾഡ്, പർപ്പിൾ, അങ്ങനെ പല പല നിറത്തിൽ. ഒരു സൈഡിലായിട്ട് ഐസ്ക്രീം വണ്ടിയും മറു സൈഡിലായിട്ട് പഞ്ഞിമിഠായും വിൽക്കുന്നു. അങ്ങനെ മുൻപോട്ട് കിടക്കുന്നതിനനുസരിച്ച് പാനിപൂരി, ഉപ്പിലിട്ടത്, ബജികൾ, കപ്പലണ്ടി, പല പല ഷോപ്പുകൾ അവിടെ അവൈലബിൾ ആണ്. ഒപ്പം അവിടെ താഴേക്ക് ഇറങ്ങുമ്പോൾ കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള പല റൈഡുകൾ അവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭൂമിയെ ഇരുട്ട് നല്ലതുപോലെ മൂടി തുടങ്ങിയിരിക്കുന്നു. ഒപ്പം ബീച്ചിൽ നല്ല തിരക്കും കൂടിയിരിക്കുന്നു. ബീച്ചിലെ കാഴ്ചകൾക്കാകട്ടെ നല്ല ഭംഗിയും. കുറച്ച് പേര് ഷോപ്പുകളുടെയൊക്കെ മുൻപിലുണ്ട്. എങ്കിൽ അതൊന്നും ബാധിക്കാത്ത രീതിയിൽ ബീച്ചിൽ തന്നെ ആസ്വദിച്ച് ഓരോ തിരകളും നോക്കി കുറച്ച് പേര്. ഇപ്പോൾ എവിടെ ഒരു ഫെസ്റ്റ് നടന്നാലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാഴ്ചയാണ് കുലുക്കി സർബത്ത് ടീമിൻ്റെ ഡാൻസ്. അത്തരത്തിൽ ഇവിടെയും ഉണ്ട് 2-3 ഡാൻസേഴ്സ്. ഷോപ്പിനുള്ളിൽ 2 പേരും, പുറത്ത് ഒരാളും. പുറത്ത് നിൽക്കുന്ന ആൾ ഒരു നല്ല ക്രൗഡിനെ തന്നെ അവിടേക്ക് ക്ഷണിച്ചു കൂട്ടിയിട്ടുണ്ടെന്ന് പറയാം. കാരണം അതിന് ചുറ്റും ആൾക്കാർ ഇങ്ങനെ നിന്ന് ആസ്വദിക്കുകയാണ് അവൻ്റെ ഡാൻസ്. അങ്ങനെ നിന്നപ്പോൾ അതിന് തൊട്ടടുത്തുള്ള കുറച്ച് കടകളൊക്കെ കണ്ടു. നല്ല കളർഫുള്ളായിട്ടുള്ള പില്ലോസ്, കാറ്റാടി പമ്പരങ്ങൾ, അങ്ങനെ എന്തെല്ലാം. കുഞ്ഞായിരിക്കുമ്പോൾ വന്നിരുന്നെങ്കിൽ കൂടെ വരുന്നവരുടെ പോക്കറ്റ് കാലിയാക്കേണ്ട സാധനങ്ങൾ. അങ്ങനെ തിരമാലയുടെ ശക്തിയിൽ തീരത്തേക്ക് വീശുന്ന കാറ്റിൻ്റെ താളത്തിൽ ഓരോ കളിപ്പാട്ടങ്ങളും ആടി ഉലയുകയാണ്. പലതരത്തിലുള്ള കാഴ്ചകൾ ആസ്വദിച്ച് അവിടെ പലരെയും കാണാൻ കഴിയും. തിരക്ക് കൂടിക്കൊണ്ടേയിരിക്കുന്നു. കുറച്ച് പേര് പട്ടം പറത്തുന്നതിലും, കുറച്ച് പേര് കുലുക്കി സർബത്തിൻ്റെ ടീമിനൊപ്പവും, കുറച്ച് പേര് ഷോപ്പുകളിൽ കയറി ബജ്ജി കഴിക്കുന്നതിലും, കുറച്ച് പേര് ബീച്ച് ആസ്വദിക്കുന്നതിലും ഒക്കെ ആയിട്ട് അങ്ങനെ തിരക്ക് കൂടി നിൽക്കുന്നു. ഞാൻ വീണ്ടും കുലുക്കി സർബത്തിൻ്റെ ടീമിൻ്റെ ഡാൻസ് കാണാനായിട്ട് പോയി. ഇപ്പോൾ ചെന്നപ്പോഴുണ്ട് 2 പെൺകുട്ടികളും കൂടി ആ പയ്യൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബീച്ച് ഫെസ്റ്റിന് ബായ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയായി. റോഡിൽ നല്ല തിരക്കുണ്ട്. കുറേ ബ്ലോക്കിന് ശേഷം ഉഴുതുമറിച്ചിട്ടിരിക്കുന്ന ഹൈവേ റോഡിലെത്തി. അപ്പോൾ ഞങ്ങളുടെ നാടിന് തൊട്ടടുത്തുള്ള ചേപ്പാട് പള്ളിയാണ് ഈ കാണുന്നത്. പള്ളിയിൽ ഇത് ക്രിസ്മസ് ഈവ് ആയതുകൊണ്ട് തന്നെ പ്രാർത്ഥനയും കുർബാനയും ഒക്കെ നടക്കുന്നുണ്ട്. വരുന്ന വഴിയിൽ ക്രിസ്മസ് ഷോപ്പിങ്ങിനായിട്ട് ഞങ്ങൾ സ്ഥിരം പോകാറുള്ളൊരു ഷോപ്പിൽ കയറി. അവിടുത്തെ കളക്ഷൻസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.